പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. ഒരു മൈക്കാണ്, കോളർ മൈക്ക്, maono au400 എന്ന് പറയുന്ന ഒരു മൈക്കാണ്. നമുക്കതിന് അൺബോക്സിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലോട്ട് പോകാം. നമുക്ക് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന് ഞാൻ വാങ്ങുമ്പോൾ വില 489 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ്. അത് ഓരോ പ്രൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പം അത് ഞാൻ വാങ്ങിയ സമയത്തുള്ള പ്രൈസ് ഇതാണ്. ഇത് കുട്ടിക്കുമ്പോൾ പാക്കിംഗ് എല്ലാം ഇപ്പം തന്നെ ഒരു ബോക്സ് എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ബോക്സ് എല്ലാം പൊളിഞ്ഞായിരിക്കും. ഇതിനകത്തിന് വേറുള്ളത് അതൊരു ഇൻവോയ്സ് കിടപ്പുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്ക് തുറന്നു നോക്കാം എന്തൊക്കെ ഉള്ളതെന്ന്. മൈക്കിൻ്റെ അകത്തൊരു ബാഗ്, ഒരു കവറും, പിന്നെ ഒരു വാറണ്ടി കാർഡ്, അവരുടെ ഹാപ്പി എന്നൊരു വാറണ്ടി കാർഡും, പിന്നെ യൂസ് ടു മൈക്രോഫോൺ, അതിൻ്റെ കുറിച്ചുള്ള 2 കാർഡ്സ് മാത്രമാണ് ഉള്ളത് ഇതിനകത്ത്. ഈ 2 കാർഡുണ്ട്. പിന്നെ ഇതിനകത്തുള്ള പൗച്ച് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തുറന്നു നോക്കാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. ഇതിനകത്ത് തുറക്കുമ്പോൾ ആദ്യം മൈക്ക്, ഇതാണ് നമ്മുടെ മൈക്ക്, ഇതാ കാണുന്ന ഇതാണ് നമ്മുടെ മൈക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്ന് സിൽക്കാച്ചില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ നമ്മുടെ ഈ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള മറ്റേ 3.5 ജാക്കിൽ നിന്ന് ക്യാമറയോട്ട് കണക്ട് ചെയ്യാനുള്ള പിന്നാണിത്. ഈ പിന്നെ നമുക്ക് ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ 2 ക്ലിപ്പ് വരുന്നുണ്ട്. നമുക്ക് കോളറിൽ കണക്ട് ചെയ്യാൻ 2 ക്ലിപ്പുണ്ട്. ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാലും ഒന്നുണ്ട്. ഇത് 2 മെറ്റലാണ്. ഇത് മെറ്റൽ ക്ലിപ്പ് തന്നെയാണ്. 2 മെറ്റൽ ക്ലിപ്പാണ്. ഒരെണ്ണം കംപ്ലൈൻ്റ് ആയാലും ഒരെണ്ണം അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിനകത്തുള്ള. ഇത്രയാണ് മൈക്ക്. മൈക്കിൻ്റെ വയർ ലെങ്ത് നമുക്ക് നോക്കാം. വയർ ലെങ്ത് അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. മൈക്കിൻ്റെ വയർ ലെങ്ത് അത്യാവശ്യം ലെങ്തിയാണ്. നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പിന്നെ ഇതിനകത്ത് മൈക്കിനകത്തൊരു നോയ്സ് ക്യാൻസൽ ആയിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാണാം. നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതാണ്. ഇതൊരു 360 ഡിഗ്രി മൈക്കല്ല. മേളിൽ നിന്ന് മാത്രമേ ഇത് എടുക്കുന്നതാണ്. 360 മൈക്കൊന്നുമല്ല. ഇത് മുകളിൽ നിന്ന് മാത്രമേ ഇത് ഇതുള്ളൂ എന്ന് തോന്നുന്നു. അത് നമുക്ക് സൈഡിൽ നിന്നൊന്നും ഇല്ല. നമുക്കിനി ഒരു കാര്യം ചെയ്യും, മൈക്കിന് കണക്ട് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മൈക്ക് ഇത് കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഡയറക്റ്റ് ഫോണിൻ്റെ മൈക്ക് കൂടെയാണ്. മൈക്ക് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഇനി മൈക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മൈക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വോയിസ് ചേച്ചി എങ്ങനെയുണ്ട് എന്നത് നോക്കാം. നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പം സംസാരിക്കുന്ന നമ്മുടെ ഈ മൈക്ക് വഴിയാണ് നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലോട്ടുണ്ടാവും അതിൻ്റെ വ്യത്യാസം. നമ്മൾ ഡയറക്റ്റ് ഫോണിൻ്റെ മൈക്കിൽ ഉപയോഗിക്കുന്നതും നമ്മൾ അഡീഷണൽ ഒരു കോളർ മൈക്ക് ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലോട്ടുണ്ടാവും. ഇത് നമ്മുടെ ഒരു ബ്രാൻഡഡ് മൈക്കാണ്. maono എന്ന ബ്രാൻഡിൻ്റെ മൈക്കാണ്. maono au400. അല്ലാതെ നമുക്ക് ഒരുപാട് വേറെ മൈക്കുകൾ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് ഒരു 1 ഇയർ വാറണ്ടി എല്ലാം ഇതിനകത്ത് 1 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ഓഡിയോ ക്വാളിറ്റി എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും നമുക്ക് നല്ലൊരു ബ്രാൻഡഡ് മൈക്ക് വാങ്ങുമ്പോൾ. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു മികച്ച ഒരു മൈക്കാണിത്. ഞാൻ ഒരുപാട് റിവ്യൂസ് നോക്കിയതിന് ശേഷമാണ് ഈ മൈക്ക് വാങ്ങിയത്. വേറെ കുറേ മൈക്ക് നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ചാൽ അവസാനം ഈ മൈക്ക് സെലക്ട് ചെയ്യേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റിവ്യൂസിൽ നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് കിടക്കുന്നത്. പിന്നെ വയർ നമുക്ക് അത്യാവശ്യം വയർ ലെങ്ത് ഉണ്ട്. നമുക്കൊരു ഓൾമോസ്റ്റ് 1.5 മീറ്റർ വയർ ലെങ്ത് ഉണ്ട്. അതായത് 78 ഇഞ്ച് ലെങ്താണ് അവർ പറയുന്നത്. അത് ആ ഒരു ലെങ്ത് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മികച്ച ഒരു ഓഡിയോ എക്സ്പീരിയൻസാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം എനിക്ക് എന്തായാലും നല്ലൊരു അഭിപ്രായമാണ് മൈക്കിനെ കുറിച്ച്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുതിയ വീഡിയോയിൽ നമ്മൾ ഇനി വരുന്ന വീഡിയോ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അൺബോക്സിങ്, അതേമാതിരി ആംപ്ലിഫയർ, AV റിസീവർ, മ്യൂസിക് സിസ്റ്റം മുതലായതിൻ്റെ അൺബോക്സിങ്ങും കാര്യമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ